ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഈ ദിവസങ്ങളിൽ നാം പരിശുദ്ധാത്മാവിനെക്കുറിച്ചും പരിശുദ്ധാത്മാവിൻ്റെ ദാനമായ ആത്മീയ വരങ്ങളെക്കുറിച്ചും ചിന്തിക്കുകയായിരുന്നല്ലോ. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ചിന്തിച്ചു പരിശുദ്ധാത്മാവിൻ്റെ ദാനമായിട്ട് തന്നിരിക്കുന്ന ആത്മീയ വരങ്ങളെക്കുറിച്ച് നാം അറിവില്ലാതിരിക്കരുത്. പരിശുദ്ധാത്മാവ് തന്ന വരങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കുകയും അതുകൊണ്ട് വ്യാപാരം ചെയ്യുവാനും ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു എന്ന് നാം കണ്ടു. ഇന്ന് നമ്മൾക്ക് ഈ ആത്മീയ വരങ്ങൾ ആരാണ് തന്നിരിക്കുന്നതെന്നും അതിൻ്റെ ഉദ്ദേശം എന്താണെന്നും നമുക്കൊന്ന് ചിന്തിക്കാം. നമുക്ക് ഒരു വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 1 കൊരിന്ത്യർ 12-ന്റെ 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, എന്നാൽ ഇത് എല്ലാം പ്രവർത്തിക്കുന്നവൻ താൻ ഇച്ഛിക്കും പോലെ അവനവന് അതാത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. നമുക്ക് റോമർക്ക് എഴുതിയ ലേഖനം 12-ന്റെ 3-ാം വാക്യം കൂടെ വായിക്കാം. ഭാവിക്കേണ്ടതിനു മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകുമണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും പറയുന്നു. ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവാം ദൈവമാണ് നമ്മൾക്ക് ആത്മീക വരങ്ങളെ തന്നിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ആത്മീക വരങ്ങളെ നമുക്ക് തന്നിരിക്കുന്നത് പരിശുദ്ധാത്മാവാം ദൈവമാണ്. അത് എന്തിനു വേണ്ടിയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. 1 പത്രോസ് 4-ന്റെ 10-ാം വാക്യം. 1 പത്രോസ് 4-ന്റെ 10-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഓരോരുത്തന് വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരനായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പി. ഇവിടെ വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു എന്തിനു വേണ്ടിയാണ് ആത്മീയ വരങ്ങളെ കൊണ്ട് തന്നെ. മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം ആത്മീയ വരങ്ങൾ തന്നിരിക്കുന്നത്. 1 കൊരിന്ത്യർ 12-ന്റെ 7-ാം വാക്യത്തിലും അത് നമുക്ക് തന്നെ കാണാനായിട്ട് സാധിക്കും. 1 കൊരിന്ത്യർ 12-ന്റെ 7-ാം വാക്യത്തിൽ നാം കാണുന്നത്, എന്നാൽ ഓരോരുത്തന് ആത്മാവിൻ്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ് ആത്മീയ വരങ്ങളെ. അതിൻ്റെ 4 മുതലുള്ള വാക്യങ്ങളിൽ കാണാം, എന്നാൽ കൃപാവരങ്ങൾ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്രേ, ശുശ്രൂഷകൾ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ, വീര്യപ്രവൃത്തികളിൽ വ്യത്യാസമുണ്ടെങ്കിലും എല്ലാവരിലെല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ. എന്നാൽ ഓരോരുത്തന് ആത്മാവിൻ്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ് പൊതുപ്രയോജനത്തിനായിട്ടാണ്, അല്ലെങ്കിൽ സഭയുടെ പൊതുപ്രയോജനത്തിനായിട്ടാണ് ഈ ആത്മീക വരങ്ങളെ ദൈവം തന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ 1 കൊരിന്ത്യർ 14-ന്റെ 26-ാം വാക്യത്തിൽ നാം കാണുന്ന 1 കൊരിന്ത്യർ 14-ന്റെ 26-ാം വാക്യത്തിൽ നാം കാണുന്നത്, ആകയാൽ എന്ത് സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്, സകലവും ആത്മീക വർധനയ്ക്കായിട്ട് ഉതകട്ടെ. ഇവിടെയും ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ആ സഭയുടെ ആത്മീക വർധനയ്ക്ക് വേണ്ടിയാണ് ആത്മീക വരങ്ങളെ ദൈവം കൊടുത്തിരിക്കുന്നത്. അവരവർക്ക് വേണ്ടിയല്ല, ഇത് അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളല്ല, നമുക്കായിട്ട് കിട്ടുന്നതല്ല. ഇത് സഭയുടെ ആത്മീക വർധനത്തിനായിട്ട് അന്യോന്യം ശുശ്രൂഷിക്കുന്നതിനായിട്ട് വേണ്ടി ദൈവം തന്നിരിക്കുന്നതാണ് ആത്മീയ വരങ്ങൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അത് കുറച്ചും കൂടെ ക്ലിയറായിട്ട് എഫെസ്യ ലേഖനത്തിലും നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യത്തിൽ അത് കാണാനായിട്ട് സാധിക്കും. അവിടെ 11-ൽ അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണതയായ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീയവർദ്ധനയ്ക്കുമാവുന്നു. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ അനേക കൃപാവരങ്ങൾ തന്നിട്ടുണ്ട്. ചില കൃപാവരങ്ങളുടെ പേരെടുത്ത് പറയുന്നുണ്ട്. ഈ കൃപാവരങ്ങൾ തന്നേക്കുന്നത് സഭയുടെ ആത്മീക വർധനത്തിനൊക്കെയാണ്, പൊതുപ്രയോജനത്തിനാണ്, അവരെ പരിജ്ഞാനപൂർത്തി വരുത്തുന്നതിന് വേണ്ടിയാണ് ഈ
ഈ ആത്മീക വരങ്ങളെ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധനയ്ക്കുമാകുന്നു. അങ്ങനെ ആത്മീയ വർധന പ്രാപിച്ച് എത്തോളം എത്തും വിശ്വാസികൾ എന്നുള്ളത്, അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങൾ കുടുങ്ങിപ്പോവാൻ തക്കവണ്ണം ഉപദേശത്തിൽ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനിടയാകും. ഈ സഭയുടെ ആത്മീക വർധനയ്ക്ക് വേണ്ടി സഭ ക്രിസ്തു എന്ന തലയോളം വളരുവാൻ വേണ്ടിയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നാം നമുക്ക് വേണ്ടിയല്ല ഈ ആത്മീയ വരങ്ങളെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാലാണ് ഈ ആത്മീയ വരങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടത്താലാണ്, നമ്മുടെ ഇഷ്ടത്താലല്ല ആത്മീയ വരങ്ങളെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് തൻ്റെ ഇഷ്ടത്താൽ നമുക്ക് ആത്മീയ വരങ്ങൾ തന്നു എന്ന് നാം കണ്ടു. ആ ആത്മീയ വരങ്ങൾ പൊതുപ്രയോജനത്തിനായിട്ട്, അല്ലെങ്കിൽ സഭയുടെ ആത്മീക വർധനയ്ക്ക് വേണ്ടിയാണ് ഈ അത്. അപ്പോൾ ഒരാൾ അവരുടെ ദൈവം തന്നിരിക്കുന്നതായിട്ടുള്ള വരങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ അത് പൊതുസഭയ്ക്ക് അതിൻ്റെ ദോഷം തട്ടും. ആ സഭ ആത്മീയ വർധനയ്ക്ക് കുറവായിട്ട് വരും, ആത്മീയ വർധന ഇല്ലാത്തവരായിട്ട് തീരും. സഭയിലെ വ്യക്തികൾക്ക് ക്രിസ്തു എന്ന തലയോളം വളരുവാൻ സാധിക്കാതെ വരും. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ആത്മീയ വരങ്ങളെ കൊണ്ട് നാം വ്യാപാരം ചെയ്യണമെന്നുള്ളത്. നാം വ്യാപാരം ചെയ്തില്ലെങ്കിൽ നമുക്ക് വേണ്ടി അത് നമ്മുടേതല്ല എന്ന് നാം കണ്ടു. പല വാക്യങ്ങൾ നമ്മളത് കണ്ടു. നമ്മുടേതല്ല, അത് നാം അന്യോന്യം ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയും മറ്റുള്ളവരുടെ ആത്മീയ വർധനയ്ക്ക് വേണ്ടിയും തന്നിരിക്കുന്നതായിട്ടുള്ള ആത്മീയ വരങ്ങളെയും കൊണ്ട് നാം അത് വ്യാപാരം ചെയ്യണം എന്ന ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. അതാണ് ആത്മീയ വരങ്ങളുടെ ഒരു ഉദ്ദേശം എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ മൂന്നാമതായിട്ട് ചിന്തിക്കുമ്പോൾ ഈ ആത്മീയ വരങ്ങൾ 1 പത്രോസ് 4:10 വാക്യത്തിൽ നാം കാണുന്ന 1 പത്രോസ് 4:10 വാക്യത്തിൽ നാം കാണുന്നത് അവിടെ 1 പത്രോസ് 4:10 വാക്യത്തിൽ നാം കാണുന്നത് അവിടെ നമ്മൾ ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യ ശുശ്രൂഷിപ്പിൻ. ഇവിടെ മൂന്നാമതായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഈ കൃപാവരം നമ്മുടേതല്ല. നമുക്ക് ഒരു ഉദ്ദേശം എന്താണെന്നുള്ളത് നമ്മൾ കണ്ടു. ഒരു ഉദ്ദേശത്തിന് വേണ്ടി തന്നിരിക്കുകയാണ്. നമ്മൾ വെറും കാര്യവിചാരകന്മാർ മാത്രമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ പറയുന്നതാണ് ഒരു നല്ല ഗ്രഹവിചാരകനായി അതിനെക്കൊണ്ട് ചെയ്യുക. അപ്പോൾ ഒന്നാമതായിട്ട് നാം കണ്ടു, ഇത് പരിശുദ്ധാത്മാവാൻ ദൈവമാണ് നമുക്ക് ഈ കൃപാവരങ്ങളെ തൻ്റെ ഇഷ്ടപ്രകാരം തരുന്നത് എന്ന് നാം കണ്ടു. രണ്ടാമതായിട്ട് കണ്ടു, അത് ഉപയോഗത്തിനായി അന്യോന്യം ശുശ്രൂഷിക്കുന്നതിനായിട്ട് സഭയുടെ ആത്മീയ വർധനയ്ക്കാണ് അത് ദൈവം തന്നിരിക്കുന്നത് എന്ന് നാം കണ്ടു. മൂന്നാമതായിട്ട് ഈ ആത്മീയ വരങ്ങളൊന്നും നമ്മുടേതല്ല, അത് നാം അതിൻ്റെ കീപ്പേഴ്സ് മാത്രമാണ്, നാം ഗ്രഹവിചാരകന്മാരെ മാത്രമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന് ഓർത്ത് നോക്കിക്കുകയും മറ്റുള്ളവരുടെ ഒരു സാധനം നമ്മളുടെ കയ്യിൽ തന്നാൽ, നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മറ്റുള്ളവരുടെ ഒരു സാധനം നമുക്ക് തന്നാൽ ചെറുപ്രായത്തിലൊക്കെ പലപ്പോഴും എക്സ്കർഷന് പോകുമ്പോൾ അങ്ങനെ പല കാര്യങ്ങളിൽ പോകുമ്പോൾ ഈവൻ സാരികൾ വരെ മറ്റുള്ളവരുടെ മേടിച്ച് ഓരോരുത്തർ കൊണ്ടുപോകും. കാരണം പലത് ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ പലതില്ലെങ്കിലും നല്ലത് നോക്കി ഇടുവാൻ വേണ്ടി അങ്ങനെ കൂട്ടുകാരുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഇത് മേടിച്ച് അല്ലെങ്കിൽ കൊണ്ടുപോകും. അങ്ങനെ ഉപയോഗിക്കുവാണെങ്കിൽ അവരവരുടെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ഇരട്ടി കെയർ കൊടുത്താണ് കൊണ്ടുപോകുന്നത്. കാരണം അതിലൊരു ചെറിയ വരയോ അല്ലെങ്കിൽ ഒരു ഇതോ ഒന്നും വീഴാതെ സൂക്ഷിച്ചാണ് അത് തിരിച്ചു കൊണ്ട് കൊടുക്കുന്നത് വരെ അത് നമ്മൾ സൂക്ഷിക്കാറുള്ളത്. ഇവിടെ കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ആത്മീയ വരങ്ങൾ നിങ്ങളുടേതല്ല, നിങ്ങളതിൻ്റെ ഗ്രഹവിചാരകന്മാരാണ്, കീപ്പേഴ്സാണ്. അപ്പോൾ നാം എത്രമാത്രം നമുക്ക് തന്ന ആത്മീയ വരങ്ങളെ കുറിച്ച് നാം സൂക്ഷ്മതയുള്ളവരായിരിക്കണം. അത് വളരെ വളരെ സൂക്ഷ്മതയോടുകൂടി ആത്മീയ വരങ്ങളെ നാം മറ്റുള്ളവരുടെ ഉപയോഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് വേണ്ടി അതിനെയും കൊണ്ട് നമ്മൾ ശുശ്രൂഷിക്കണം എന്നുള്ളത് നാം എല്ലാ ദിവസവും നമ്മെ തന്നെ ഓർപ്പിക്കേണ്ടതാണ്. നമുക്ക് കിട്ടിയതായിട്ടുള്ള ആത്മീയ വരങ്ങളൊന്നും അത് നമ്മുടേതല്ല, നാം ജസ്റ്റ് അതിൻ്റെ കീപ്പേഴ്സ് മാത്രമാണ്. അത് നമുക്ക് വേണ്ടി കുറച്ചു നാളത്തേക്ക് നമ്മളെ സൂക്ഷിക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചത് മാത്രമാണ്. ആരാണ് സൂക്ഷിക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നത്? സർവശക്തനായ ദൈവമാണ്, ത്രിയേക ദൈവമാണ്. നമ്മളെ ഈ ആത്മീയ വരങ്ങളെ നമ്മുടെ കയ്യിൽ സൂക്ഷിപ്പുകാരായിട്ട്, നമ്മൾ കീപ്പേഴ്സായിട്ട്, കാര്യവിചാരകന്മാരായിട്ട് നമ്മുടെ കയ്യിൽ നമുക്ക് സൂക്ഷിപ്പാനായിട്ട് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ കൃപാവരങ്ങളെ നമ്മൾ എത്രയും
സൂക്ഷിച്ച് നമ്മൾ ആ കൃപാവരങ്ങളെ കൊണ്ട് വ്യാപാരം ചെയ്യണമെന്ന് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ ചെയ്യുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മളൊരിക്കലും അലക്ഷ്യമായിട്ട് അതിനെക്കുറിച്ച് വിചാരിക്കാതെ, ഞാനൊരു കീപ്പർ മാത്രമാണ്, അതെൻ്റേതല്ല, എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നതാണ് എന്ന് കർത്താവ് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷിക്കുവാൻ. അതുകൊണ്ട് നല്ല കാര്യവിചാരകന്മാരായിട്ടിരിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കൂരിരുൾ പാതയതോ ക്രൂരമാം